കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇന്ന് ഞായറാഴ്ചയാണ്. വിവിധ പള്ളികളിൽ ഇടയലേഖനങ്ങൾ വായിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇരിങ്ങാലക്കുട പള്ളിയിൽ ഇടയലേഖനം വായിച്ചു. അത് കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട ആ കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ വരുന്ന പള്ളികളിൽ ഇടയലേഖനം വായിച്ചത്. ശരത് തോങ്ങല്ലൂർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിവിധ പള്ളികളിൽ ഇടയലേഖനം വായിക്കുന്നതും. എന്താണ് ഇരിങ്ങാലക്കുട രൂപതയുടെ നിലപാട് ഇത് സംബന്ധിച്ച്? വിനിഷ, ഓഗസ്റ്റ് 1 തന്നെ ഇത്തരത്തിൽ പള്ളികളിൽ ഇടയലേഖനം വായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപത സർക്കുലർ ഇറക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടയലേഖനം ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചിട്ടുള്ളത്. അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനും അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. ജാമ്യം കിട്ടി എന്ന് പറയുന്നത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴും നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് കന്യാസ്ത്രീകൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാർലമെൻറ്റിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടും കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ഇടപെട്ടില്ല എന്ന് പറയുന്ന അതിരൂക്ഷമായ ഒരു പ്രതികരണമുണ്ട്. അതുപോലെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ വളരെ നിരാശാജനകമായിരുന്നു എന്നും പറയുന്നു. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2014 തൊട്ട് അതിൻ്റെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരണം എന്ന് തന്നെയാണ് ഇടയലേഖനത്തിൽ പറയുന്നത്. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് ഇത്തരത്തിൽ ഇടയലേഖനം വായിച്ചത്. കഴിഞ്ഞ ദിവസം ഈ സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടിയിരുന്നു. ജാമ്യം കിട്ടിയതിനെ തുടർന്ന് പല പള്ളികളിലും അല്ലെങ്കിൽ പല മതമേലധ്യക്ഷന്മാരും ഇത്തരത്തിൽ സഹായിച്ചവരുടെ പേര് പറയുന്ന കാര്യത്തിലൊക്കെ BJP-ക്കാരുടെ കാര്യം അല്ലെങ്കിൽ BJP നേതാക്കൾ സഹായിച്ചു എന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും വന്നിരുന്നു. എന്നാൽ അവയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട രൂപത ഇത്തരത്തിൽ അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരെ ഉയർത്തിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് വിനിഷ. പ്രത്യേകിച്ചും ഇന്നലെ തലശ്ശേരി രൂപത ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വലിയ പ്രതികരണം നടത്തിയിരുന്നു. ഈ കന്യാസ്ത്രീകളുടെ മോചനം ലഭിച്ച ഒരു സാഹചര്യത്തിൽ BJP സർക്കാരിൻ്റെ ഇടപെടലും BJP-യെ പ്രകീർത്തിച്ചുകൊണ്ടുമൊക്കെയായിരുന്നു ജോസഫ് പാംബ്ലാനിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട രൂപത ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ല. ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഈ ഇടയലേഖനത്തിലുണ്ടല്ലേ? തീർച്ചയായിട്ടും വിനിഷ, ഈ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലാണ് ഇരിങ്ങാലക്കുട രൂപത വരുന്നത്. സ്വാഭാവികമായിട്ടും തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഇരിങ്ങാലക്കുട രൂപതയിൽ ഇത്തരത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തള്ളുന്ന രീതിയിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമാണ് ഇടയലേഖനത്തിൽ ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഛത്തീസ്ഗഡ് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ തന്നെയാണ് ഇടയലേഖനത്തിലുള്ളത്. അതായത് പ്രത്യേകം പറയുന്നൊരു കാര്യം, പാർലമെൻറ്റിനകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധമുണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിക്കാനോ ഇടപെടാനോ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ രൂപതകളിൽ പറയുന്നുണ്ട്. രൂപതകൾക്ക് കീഴിലുള്ള പള്ളികളിലെല്ലാം തന്നെ ഇടയലേഖനം വായിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ജോസഫ് പാംബ്ലാനിയുടെ കാര്യം പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഇരിങ്ങാലക്കുട രൂപതയിൽ നടക്കുന്നത് വിനിഷ.